ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഇൻസ്റ്റ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള പൂപ്പാറയിലെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഡെന്നി ഡേവിസിന്റെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കാനായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ളത് മൂന്നാർ വഴി കറങ്ങി ചിന്നക്കാനൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ ഒരു ടൂർ പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ അതും കഴിഞ്ഞിട്ടാണ് നേരെ ഡെന്നിയുടെ വീട്ടിലേക്ക് പോകുന്നത്, അവിടുത്തെ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങൾ നോക്കാനായിട്ട്. എന്തായാലും അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതിന് മുന്നോടിയായിട്ട് ഇവിടെ വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നോക്കി, നമ്മുടെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന്. കുറച്ച് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനൊരു ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിച്ചു. ആ ട്രിപ്പ് പോകാൻ തീരുമാനിച്ച സമയത്ത് തന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആ നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറയാണ് ഒരു ട്രിപ്പ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നേരം വെളുക്കാറായ സമയത്ത് മൂന്നാറെത്തി. അവിടുന്ന് ചായ കുടിച്ച് റൂം എടുത്തൊന്ന് കുളിച്ച് ഫ്രഷായി രാവിലെ തന്നെ അടുത്ത യാത്ര ആരംഭിച്ച് മൂന്നാറൊക്കെ ഒന്ന് കറങ്ങിക്കാണാൻ. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനായിട്ടാണ് ഒരു ട്രിപ്പിന് പോകാനായിട്ട് ഇറങ്ങിയത്. ആ സമയത്താണ് ട്രിപ്പിംഗ് ഇഷ്യൂസ് നമ്മുടെ വന്നത്. എന്തായാലും മൂന്നാർ വന്നിട്ട് മൂന്നാറിലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പം അതുകൊണ്ട് മൂന്നാറിന്റെ തേയിലത്തോട്ടങ്ങളൊക്കെ കിടന്ന് നല്ലൊരു യാത്ര തന്നെ ഞങ്ങൾ അങ്ങോട്ട് നടത്തി. മൂന്നാറിന്റെ വ്യൂ പോയിന്റ്സും അതേപോലെ തന്നെ ഡാമും മാട്ടുപ്പെട്ടി ഡാമൊക്കെ കയറി അങ്ങനെ സന്തോഷകരമായിട്ട് പോയി. ഒപ്പം കൂട്ടത്തിലുണ്ടായിരുന്നത് നമ്മുടെ ശരൺ ബ്രോയാണ്. KCBയിലെ സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള ശരണാണ് കൂട്ടത്തിലുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലെ അഡ്മിൻ കൂടിയാണ്. ഈ യാത്രകളിൽ നമുക്ക് ഇപ്പൊ സംഭവിക്കുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കൂട്ട. പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ടൊക്കെ വരും. ആ വണ്ടി പോയി നിൽക്കുന്നത് കണ്ട. ഇപ്പൊ നമുക്ക് സംഭവിച്ചില്ലേ, ആ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കോടയുള്ള സമയത്താണ്. മൂന്നാറിൽ ഡ്രൈവ് പോകുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കുക. കോടയുള്ള സമയത്താണെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ മുമ്പിൽ വന്ന് നിന്നാൽ നമ്മൾ കാണുക പോലുമില്ല. പെട്ടെന്ന് ചെന്ന് ഇടിക്കുക ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. കൗബോയ് ഡ്രൈവർ നല്ല അടിപൊളിയായിട്ട് മലയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ പോയി മുഖം കഴുകി ഫ്രീ ആകാന്ന് വിചാരിച്ച് ആ ഫ്രീ ആകാനായിട്ട് ഒന്ന് മുഖം കഴുകാൻ ചെന്നപ്പോഴാണ് ആ ഒരു സംഭവം അവിടെ നടന്നത്. കുടിച്ചോ, കംപ്ലീറ്റ് മിനറൽസാ. കുടിച്ചോ, കംപ്ലീറ്റ് മിനറൽസാ. ഞാനിവിടെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ മലയോര മേഖലയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി ഒതുക്കിയിടുന്ന സമയത്ത് ഹസാർഡ് ലൈറ്റ് ഇടേണ്ടതാണ്. ഞാനത് ഇടാത്ത കൊണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഓടേണ്ടി വരുന്നത്. എന്റെ വണ്ടി അവിടെ കിടക്കുന്നത് പുറകിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റൂല. ഇതേപോലെ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയായിരിക്കും ഉണ്ടാകുക. വണ്ടി കാണാൻ പറ്റൂല, പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഹസാർഡ് ഇട്ടിട്ട് വേണം കേട്ടോ പോകാൻ. എന്തായാലും അവിടെ നിന്ന് കളർഫുൾ ആയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒളിയാൻ. അടുത്ത ഞങ്ങളുടെ യാത്ര ചിന്നക്കനാലിലേക്കാണ്. ചിന്നക്കനാലിൽ എൻ്റെ വീടിനടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി അവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാനുള്ള പരിപാടിയാണ് ഞങ്ങൾ വർക്കിന്. എന്തായാലും ചെന്ന് പെട്ടത് എലിഫന്റ് ക്രോസിംഗ് സോണിലാണ്. അതോടുകൂടി തന്നെ പരിപാടിയൊക്കെ നിർത്തി ഞങ്ങളൊരു ജീപ്പ് വിളിച്ചു. ആ ജീപ്പിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കാറിന് പോകാൻ പറ്റിയ സ്ഥലത്തേക്കല്ല ഈ വന്നത്.
ഇതേപോലുള്ള ഓഫ് റോഡാണ്, ട്രക്കിംഗ് ആയിരുന്നു. അടിപൊളി ഒരു അനുഭവം. കുറച്ചു നേരം ഞാൻ ഇവിടെ പുറകിൽ ക്യാമറയൊക്കെ പിടിച്ചു നിന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കില്ല, തല മേളിലിടിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്യാമറ അണ്ണന്റെ കൊടുത്തു, ഫ്രണ്ട് നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ഫ്രണ്ടിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. നമ്മള് വഴിയൊന്ന് നോക്കിയാണോ കേട്ടോ. ஒரு சேட்டு 1000 ரூபா கொடுக்குறான்னு சொல்லி வராத, என்ன ஒத்தைக்கெல்லாம் வந்துடாத. வண்டி எதுவும் கம்ப்ளைண்ட் ஆனதா விட்டு விட்டாரு அவர் நீ வந்தாக்கடா அப்படின்னு வரக்கூடாது. அவனே நைட் நேரம் அவர் வந்துருவாரு, அவர் வந்துட்டாரு. நான் 2 கட்டிங் அடிக்கிறது ഇവര് തമാശ പറയുകയാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നീടാണ് മനസ്സിലായത് ചിന്നക്കനാലിൽ നിന്നാണ് നമ്മുടെ അരിക്കൊമ്പനെ പൊക്കിയിട്ടുള്ള സ്ഥലം. അപ്പൊ ഇവിടെ നിന്നാണ് അരിക്കൊമ്പനെ പൊക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയൊക്കെ കണ്ടേ ആനയുടെ ഇത് விஜீஷுக்கு காட்டுக்கு வருவோம், விஜீஷுக்கு வரும் ஒத்தே போட்டு நல்ல ചോറ് இருக்கு. ആന ചോറ് ആനയുടെ സ്മെല്ല് കിട്ടുന്നുണ്ടാ നിങ്ങൾക്ക് ആർക്കും? ചേട്ടാ ഇതാണ് നമ്മുടെ തറവാട്. ഏകദേശം ഒരു 20 മിനിറ്റത്തെ ജീപ്പ് യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് എത്തിച്ചേർന്ന് തന്നെ വളരെ സന്തോഷകരമായിട്ടൊരു ഫീലാണ് തന്നെ കേട്ടോ. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ ഡാം, അതേപോലെ വീടൊക്കെ അടിപൊളി വീട്. നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ ചില്ലടിച്ച് റെഡി ആയതിപ്പുണ്ട്. എന്തായാലും നമ്മൾ ഒന്ന് ചുറ്റി കാണിച്ചു തരാം ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മൾ വരുന്ന വഴി. ഈ വീടൊക്കെ അടിപൊളിയായിട്ടുള്ള വീടാണ്. ഏകദേശം ഒരു 10-30 പേർക്കെങ്കിലും സുന്ദരമായിട്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള റൂമാണ്, ഹോം സ്റ്റേ ആണ്. ഓക്കെ, അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ ഡാമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മോർണിംഗിലെ വൈബ് എന്ന് വെച്ചാൽ ഒന്നും പറയണ്ട, വെറുതെ കിടു. മലയിലേക്കൊക്കെ വെട്ടം വീഴുമ്പോൾ കണ്ട അത് ക്യാമറയിൽ എത്രത്തോളം നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കാഴ്ചയിൽ വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ എന്തായാലും മൊബൈലിന് റേഞ്ച് ഇല്ല എന്നുള്ളത് ഒരു ഗുണമുണ്ട്. ആരും നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തുകയോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോടുകൂടി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് ഡാമിന്റെ സൈഡിൽ പോവാം, അവിടുത്തെ വെള്ളത്തിലൊക്കെ കൈ കഴുകുകയൊക്കെ ചെയ്യാം. വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലം. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ആര് വന്നാലും ഒരു മീൻ പിടിക്കാതെ ഇവിടെ നിന്ന് പോകാറുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് തീറ്റയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി ചൂണ്ടിടാനുള്ള പരിപാടിയാണ്. താഴത്തേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാകണം. കണ്ട ഡാമിന് എത്രത്തോളം വിസ്താരം ഉണ്ടെന്നുള്ള കാഴ്ചയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് കാഴ്ചയിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. എന്തായാലും ഇന്നത്തെ ട്രിപ്പ് വളരെ സന്തോഷം തോന്നിയൊരു സെറ്റപ്പാണ്. എന്തായാലും അതേപോലെ തന്നെ അവിടുത്തെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഗാർഡൻ ചെയ്തിട്ടുള്ളതൊക്കെ വളരെ മനോഹരമായിട്ടാണ്. ഇതിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മരത്തിന്റെ ചുവട്ടിൽ മോർണിംഗിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഫീലാണ് കേട്ടോ. ഒരു കട്ടച്ചായം പിടിച്ചിരുന്ന സൂപ്പർ. അതേപോലെ തന്നെ താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. മോർണിംഗിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പാ. പോകാൻ പോട് ആ വീഡിയോ. എല്ലാവരും ഇവിടെ വന്നാലും മീൻ പിടിച്ചിട്ടാണ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി. എന്തായാലും അധിക സമയമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം വന്ന് നോക്കിയപ്പോൾ ഒരു സാധനം അടിച്ചിടപ്പുണ്ട്. ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ വലിച്ചപ്പെട്ടേ നോക്കണേ. ഇറങ്ങി മുഷിയല്ലേ ഇത്? ഇത് ആള് ചിക്കൻ എടുത്തോ, 2 മണി പിടിച്ച വീട്ടിൽ കൊണ്ടേക്കാൻ.
അങ്ങനെ നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ എന്തായാലും ഞാനും ശരണും മറ്റൊരു വഴിക്കാണ്. ഇവരിന്ന് തിരിച്ച് മൂന്നാർ പോയി അവിടെ നിന്നൊക്കെ ഇറങ്ങിയാണ് പോകണത്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പിംഗ് പ്രശ്നത്തിലേക്ക് പോവാം. നേരെ ഡെന്നി ഡേവിസിന്റെ വീട്ടിലേക്ക് എത്തി. രാജകുമാരിയിലാണ് കേട്ട സ്ഥലം. രാജകുമാരിയിൽ സേനാപതി എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്തായാലും നമ്മൾ അവിടുത്തെ ട്രിപ്പിങ്ങിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഈ രാജക്കാടുള്ള സെറ്റ് ചെയ്തേ. ഇവിടുത്തെ ട്രിപ്പിംഗ് പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ IR വാല്യൂസ് ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി ഇൻവെർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവത്തിലാണ് ഇതിൻ്റെ അകത്ത് തകരാറ് പറ്റിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഏകദേശം എല്ലാ കേബിളുകളിലും പവർ സെക്ഷൻ ഒഴികെയുള്ള ബാക്കി കേബിളുകളിലൊക്കെ നമുക്ക് വരുന്ന IR വാല്യൂ എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ IR വാല്യൂസ് ആണ്. അപ്പോൾ ഇൻവെർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ്. അത് തമ്മിൽ ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം നമുക്ക് കാണിക്കുന്നത്. അതേപോലെ തന്നെ താഴത്തെ ഒരു DB ഉണ്ട്. ആ DBയിൽ കൃത്യമായിട്ട് IR വാല്യൂസ് ചെക്ക് ചെയ്ത് കേബിളുകൾ ന്യൂട്രലിന് അഴിച്ച് മാറ്റി അതേപോലെ ഇൻവെർട്ടർ സെക്ഷനും മാറ്റിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുക. ഇതാണ് ഇവിടെയുള്ള നിലവിലുള്ള IR വാല്യൂ കേട്ടോ, 0607. ഈ ഒരു വാല്യൂസ് ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രിപ്പിംഗ് ഇഷ്യൂസ് പൂർണ്ണമായിട്ടും മാറും. ഇതാണ് താഴത്തേക്ക് വരുമ്പോൾ താഴത്തെ DB. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ നേരത്തെ വന്നത്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ളതാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോർ DBയിലെ സാഹചര്യവും വ്യത്യസ്തമല്ല, ഏകദേശം സെയിം വാല്യൂസ് ആണ് കാണിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേബിളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് എടുത്താലേ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ റെഡ് കേബിൾ കാണുന്നത്, റെഡ് കേബിൾ പൊങ്ങി നിൽക്കുന്നത് കാണുന്നതാണ്. അതിൻ്റെ അകത്തേക്കാണ് കറക്റ്റായിട്ട് ഈ 06 വാല്യൂസ് നമുക്ക് കിട്ടണം. ഓക്കെ, കാണിച്ചു തരാം. ഈ ഒരു ബ്ലാക്ക് കേബിളിൽ വാല്യൂസ് കുറച്ചുണ്ട്. അത് പവർ സെക്ഷനായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ വാല്യൂ കുറവാണ്. ഈ ഒരു റെഡ് കേബിളിലാണ് ഇവിടെ ശരിക്കും ഫാൾട്ട് ഉള്ളത്. കണ്ടോ, ഈ 06 എവിടെയാണ് പോയിരിക്കുന്നത് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. എന്തായാലും അത് ഇൻവെർട്ടർ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നായിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇനി എന്തായാലും ന്യൂട്രൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂട്രലിന്റെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം അടിക്കണം. എന്തായാലും നമുക്കിവിടെ ഒരു RCCB ചേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അകത്തിരിക്കുന്ന RCB അത്ര ആക്യുറേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇത് കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ പുറത്തിരുന്ന ഒരു RCB, ഇവിടെ ലെഗ്രാൻഡിന്റെ ഒരു RCB ഉണ്ട്. ആ ലെഗ്രാൻഡിന്റെ RCB എടുത്ത് അകത്തേക്ക് വെക്കാനുള്ള ഒരു പരിപാടിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ട്രിപ്പിംഗ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റേഞ്ചിലല്ല. ഇപ്പോൾ ഒരു 30 മില്ലി ആമ്പിന്റെ RCB നല്ല കമ്പനികളുണ്ട്. 30 മില്ലി ആമ്പിൽ ട്രിപ്പ് ആകും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 27 ട്രിപ്പ് ആകുന്നുണ്ട്. 15 മില്ലി ആമ്പിയറൊക്കെ എത്തുമ്പോൾ തന്നെ ട്രിപ്പ് ആകുന്ന ടൈപ്പ് RCBകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന ഒരു വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലെഗ്രാൻഡിന്റെ അടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കാം എത്ര വാല്യൂലാണ് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. RCB കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. നല്ല RCB ആണെന്നുണ്ടെങ്കിൽ അതവിടെ വെക്കാം. നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു RCB അഴിച്ച് ഈ സൈഡിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യണം. നിലവിൽ DBയിൽ ഇരിക്കുന്നത് ഈ മോട്ടോർ കൺട്രോൾ പാനലിലേക്ക് വെക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം. ലെഗ്രാൻഡിന്റെ RCB നമ്മൾ വെച്ചതിന് ശേഷം ടെസ്റ്റ് അടിക്കുമ്പോൾ ഹാഫിൽ തന്നെ 2000 മില്ലി സെക്കൻഡ് കിട്ടുന്നുണ്ട്. മറ്റതിൽ നമുക്കത് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനത് മാറ്റി വെക്കാൻ കൂടി ശ്രമിച്ചത്. എന്തായാലും ഓട്ടോ റേഞ്ചിൽ അടിച്ചു പോകുമ്പോൾ നമുക്ക് എത്ര മില്ലി ആമ്പിയറിൽ ട്രിപ്പ് ആവുമെന്ന് അറിയാം. 18 മില്ലി ആമ്പിയറിലാണ് നമുക്കിപ്പോൾ ട്രിപ്പിംഗ് സംഭവിക്കുന്നത്. അത് 24 മില്ലി സെക്കൻഡിൽ തന്നെ ട്രിപ്പിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും ന്യൂട്രൽ ലെഗുകളൊക്കെ അടിച്ച് നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ബൂട്ട് ലെഗ്സ് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെഗ്രാൻഡിന്റെ RCCB വെച്ചു അത് ടെസ്റ്റ് പഠിച്ചു നോക്കി. ഓക്കെയാണ്, വർക്കിംഗ് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ട്രിപ്പിങ്ങിന്റെ പ്രശ്നവും പൂർണ്ണമായിട്ട് ഇവിടെ പരിഹാരമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് DB കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം താഴത്തെ DB കാര്യങ്ങൾ ക്ലോസ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1-2 സ്വിച്ച് ബോർഡ്സ് നമ്മൾ അഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ന്യൂട്രൽസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തത് വീണ്ടും ജോയിൻറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ DB റീക്ലോസ് ചെയ്ത് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ തീരുവാണ്. അപ്പോൾ ഇത് തീരുന്ന സമയത്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൊടുത്ത് പറഞ്ഞത് നമ്മുടെ പുറകിൽ കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ഓറഞ്ച് നമ്മുടെ നിൽപ്പുണ്ട്, ഓറഞ്ച് മരം. അതിൽ നിന്നും കുറച്ച് ഓറഞ്ചൊക്കെ അടുത്ത വീട്ടിലെ ചേട്ടനെയൊക്കെ വിളിച്ച് അവർ പറിച്ച് ഞങ്ങൾക്ക് തന്നു. വളരെയധികം സന്തോഷം. അതേപോലെ തന്നെ ഇവിടെ ഏലം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതുവരെ ഏലം കൃഷി കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട് ഏലത്തിന്റെ സംഭവം കൂടി കാണാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതും കൂടി നമ്മുടെ കൂട്ടുകാർക്ക് കാണാം. എന്താണ്, എങ്ങനെയാണ് ഏലം ഉണ്ടായി കിടക്കുക എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു. ഇതാണ് തയ്യാണ് മറ്റേ കായുണ്ടായിട്ടുണ്ടോ? ഒന്ന് വേണം. ഇത് എത്ര വർഷം എടുക്കും? ഇത് ഒരു 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഇപ്പൊ നമ്മള് ഏപ്രിൽ വെച്ചതാണ്.
ആ ഇറിഗേഷന്റെ പൈപ്പിങ് ഇതിനാണല്ലേ ചെയ്തേക്കണം. നമ്മുടെ കിണർ താഴെയാണേ. ആ വെള്ളം അടിക്കാനും പിന്നെ വളമൊക്കെ ഒഴിക്കാനൊക്കെ ആയിട്ട് റിട്ടേൺ പോകാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. വള്ളിയിലാണ് ഇതൊക്കെ വള്ളിയാണ്. ആ അത് വലുതായി വന്നിട്ടുണ്ട്. വന്നിട്ട് അതിൽ ഇതുപോലെ പൂവ് ഉണ്ടാവും. ഇത് പൂവ് ആ വെള്ള കളർ ഇങ്ങനെ പൂവ് വരും. ആ അതിരിക്കണല്ലേ. ആ പൂ പിന്നെ കായാവും. ഇതിൽ ഏലത്തിന്റെ പൂവും കായും. വിളയാനപ്പോ എത്ര ഇതെടുക്കും? കാ വീണ് കഴിഞ്ഞാൽ എന്തോരം നടക്കും? ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ എടുക്കുന്നത്. അതിന് പറിച്ചെടുക്കണതാ? അതെ പറിച്ചെടുക്കുക. 2 മാസം കൂടുമ്പോൾ. മാനുവലായിട്ട് പറിക്കാന്ന് വെച്ചാൽ കുറേ സമയം എടുക്കൂല. അല്ല അന്നേരം പലതും പല സമയത്ത് പഴുത്ത് വരുന്നേ. അപ്പം ചിലതിപ്പോൾ ഈ പ്രാവശ്യത്തേക്ക് ആയിരിക്കില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് ആകുമ്പോഴത്തേനായിരിക്കും. ഇത് മിസ്റ്റ് നമ്മൾ നനയ്ക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഏലം കണ്ടില്ല, കായോട് കൂടി കിടക്കണൊക്കെ കണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തെ വീഡിയോ വരുമ്പോൾ ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള കളർഫുള്ളായിരിക്കും എല്ലാം കൂടി. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിന് വന്നിട്ട് ഒരു ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിച്ചിട്ട് പോണത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ വിളിച്ചതിൽ. അപ്പോൾ നമ്മുടെ ബ്രോയ്ക്കും വളരെ ആഗ്രഹം നമ്മുടെ കൂട്ടത്തിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, മെമ്മറീസിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നത് ഒരു ഡാമിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഇത് പോകുന്ന അടുത്തൊരു ഡാമിലേക്കാണ്. മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാട്ടോ, എങ്ങനെയാണ് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു കാര്യം ഇവിടെ കാണിച്ചു തരാം. ഈ വെള്ളം ഒഴുകി പോയി ഒരു ഡാമിൽ കെട്ടിക്കിടക്കും. അവിടെ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയൊക്കെയാണ് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ജനറേറ്റർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചുരുക്ക ഭാഗം, എങ്ങനെയാണ് പെൻസ്റ്റോക്ക് സംഭവങ്ങൾ ഇരിക്കുക, എങ്ങനെയാണ് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇരിക്കുക എന്നുള്ളതിൻ്റെ സംഭവം കാണിച്ചു തരാം. പോകുന്ന വഴിയിൽ കണ്ടതാണ്. അതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. പെൻസ്റ്റോക്ക് പൈപ്പിൻ്റെ അകത്തൂടി വന്നിട്ടാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വന്നത്. സ്റ്റേഷനിൽ നിന്ന് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ, അല്ലെങ്കിൽ ആ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് വരും. അവിടെ ഉണ്ടോ അല്ലേ, 2 വഴിയും വെള്ളം വരും. അവിടെ ആള് നിൽക്കണ കണ്ടോ, അപ്പോൾ എന്താ വലുതാണെന്ന് അറിയാൻ പറ്റും. കണ്ടോ, പിന്നെ അവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് മേലോട്ട് ടവർ വഴി പോവുകയാണ് ഓരോ സെക്ഷനായിട്ട്.